വെടിയൊച്ചകളില്ല, മിസൈൽ ആക്രമണങ്ങളില്ല. കുട്ടികൾക്ക് സമാധാനത്തോടെ കൂട്ടുകാരുമൊത്ത് കളിക്കാം. ജനങ്ങൾക്ക് പുറത്തിറങ്ങാം. അങ്ങനെ 15 വർഷം നീണ്ടുനിന്ന ഇസ്രയേൽ ഗാസ യുദ്ധത്തിനൊടുവിൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. തടവിലാക്കിയിരുന്ന ബന്ദികളിൽ ചിലരെ ഇസ്രായേലും ഹമാസും മോചിപ്പിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ശവപ്പറമ്പായി മാറിയ ഗസയിലേക്ക് സഹായപ്രവാഹങ്ങളുടെ കുത്തൊഴുക്കാണ്. പക്ഷേ ഈ സമാധാനം എത്ര നാൾ? ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച അവസരങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഏതു നിമിഷവും ഗാസയിൽ വെടിനിർത്തൽ ലംഘിക്കുമെന്ന പ്രസ്താവനകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ നടത്തുമ്പോൾ ബന്ദികളുടെ ബന്ധുക്കൾ നേരിട്ട് നെതന്യാഹുവിനെതിരെ പ്രതിഷേധമുയർത്തുകയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നതിൽ നിന്ന് വ്യക്തമാണ് എത്രമാത്രം മനുഷ്യത്വരഹിതമായ നിലപാടുകളാണ് നെതന്യാഹു സർക്കാർ സ്വീകരിക്കുന്നതെന്ന്. ബന്ദികളെ കൈമാറാനും ആക്രമണം അവസാനിപ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ തയ്യാറാകണമെന്നാണ് ഖത്തർ, ഈജിപ്ത് തുടങ്ങി മധ്യസ്ഥ രാജ്യങ്ങളുടെ അഭിപ്രായം. ഇതിനിടയിൽ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും കയ്യിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ബന്ദികൾക്കും ചിലത് പറയാനുണ്ട്. മാസങ്ങളുടെ വേർപിരിയലിന് ശേഷം ഉറ്റവർക്കരികിലേക്ക് തിരിച്ചെത്തിയവരുടെ വൈകാരിക പ്രകടനങ്ങൾക്ക് ഇരു രാജ്യങ്ങളും സാക്ഷിയായതാണ്. മാസങ്ങളോളം വേർപിരിഞ്ഞിരുന്നതിന്റെ സങ്കടവും ജീവൻ തിരികെ കിട്ടിയതിന്റെ പ്രാർത്ഥനയും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷവുമെല്ലാം ഓരോരുത്തരിലും ഉണ്ടായിരുന്നു. 3 വനിതാ ബന്ദികളെയാണ് ഹമാസ് മോചിതരാക്കിയത്. ഇസ്രായേലിന്റെ കൈവശമുണ്ടായിരുന്ന 90 പാലസ്തീനി തടവുകാരെ ഇസ്രായേലും വിട്ടയച്ചു. സമ്മാന പൊതികളുമായി ബന്ദികളാക്കിയ 3 വനിതകളെ ഹമാസ് തിരികെ വിട്ടപ്പോൾ അവർ മാനസികവും ശാരീരികവുമായി മെച്ചപ്പെട്ടു തന്നെയിരുന്നു. എന്നാൽ അതല്ല ഇസ്രായേൽ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടവരുടെ അവസ്ഥ. വേദനയുടെയും യാതനകളുടെയും ദിവസങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. ഇസ്രായേൽ ജയിലിനുള്ളിൽ കടുത്ത പീഡനങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ഇസ്രായേൽ ബന്ധനത്തിൽ പാലസ്തീനികളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വരുന്ന ശനിയാഴ്ചയാണ് അടുത്ത ബന്ദി കൈമാറ്റം നടക്കുക. കരാർ പ്രകാരം ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഇസ്രായേലും ഹമാസും അറിയിച്ചിരിക്കുന്നത്. ഗസയിലെ ജനങ്ങൾക്കിത് ആശ്വാസത്തിന്റെ ദിനങ്ങളാണ്. മരണം മുന്നിൽ കണ്ട് പുറത്തിറങ്ങാനാകാതെ, സ്വന്തം വീടിനുള്ളിൽ പോലും സുരക്ഷയില്ലാതെ, ഏതു നിമിഷവും മിസൈലുകളും ബോംബുകളും ജീവനെടുത്തേക്കാമെന്ന് ഭയന്നു കഴിയുന്ന അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. എന്നാൽ ഗാസയിലെ ജനങ്ങൾ കടന്നുപോയത് ആ അവസ്ഥയിലൂടെയാണ്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നെങ്കിലും കടുത്ത പട്ടിണിയും ദാരിദ്ര്യവുമാണ് അവരെ ഇപ്പോൾ പിടിച്ചുലയ്ക്കുന്നത്. നിത്യവും 600-ലേറെ ട്രക്കുകളാണ് അവശ്യവസ്തുക്കളുമായി ഗസയിലേക്ക് എത്തുന്നത്. യുദ്ധം മരവിപ്പിച്ച ഗസയിൽ ഇനി അവശേഷിക്കുന്നത് മൃതദേഹങ്ങളും മരിച്ചതിന് തുല്യരായ കുറച്ചു മനുഷ്യരുമാണ്. ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായി 137 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായാണ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന വിവരം. കെട്ടിടങ്ങൾ പലതും ചാരമായി കഴിഞ്ഞു. സ്വപ്നങ്ങൾ നശിച്ചവരാണ് ഇവിടുത്തെ ജനങ്ങൾ. യുദ്ധത്തിന്റെ ഭീതിയില്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്നതിലധികം മറ്റൊരു പ്രാർത്ഥനയും ഗസയിലെ ജനങ്ങൾക്കിന്നില്ല.